This is lecture 2 of module 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് അനാലിസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം അനാലിസിസ് എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നും എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ഇതൊക്കെ ആയിരുന്നു നോക്കിയത്. പിന്നെ അതിൻ്റെ ലോഡിംഗ് പാറ്റേൺസ്. അപ്പോൾ ലോഡിംഗ് പാറ്റേൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുണ്ടെങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിമിൻ്റെ ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. നമ്മൾ ലോഡിംഗ് പാറ്റേൺസിൽ 4 കേസസ് പഠിച്ചു. ഈ 4 കേസസും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പകരം ഏതെങ്കിലും ഒരു കേസായിരിക്കും അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ള ഈ ക്വസ്റ്റ്യനിൽ തന്നെ അനാലിസിസ് ദ സെക്കൻഡ് ഫ്ലോർ ബീം ആൻഡ് കോളം എന്നായിരുന്നു പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ സെക്കൻഡ് ഫ്ലോർ ബീംസും കോളംസും എല്ലാം ചെയ്യണം. നമ്മൾ ലോഡിംഗ് പാറ്റേൺസിൽ കണ്ട ആ 4 കണ്ടീഷൻസ് 4 കേസസ് നമ്മളിവിടെ ചെയ്യേണ്ടി വരും. പക്ഷേ എക്സാമിന് ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കത്തില്ല. ഏതെങ്കിലും determine the maximum hogging bending moment at the supports of second floor beams എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടീഷൻ മാത്രം അവിടെ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എല്ലാ കണ്ടീഷൻസും ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ ഷോസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഫ്രെയിം ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഫ്രെയിം. അപ്പോൾ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഫ്രെയിം വർക്കാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതെന്ന് പറയും this one and this one are the end frames and all others are intermediate frame. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഫ്രെയിംസ്. അപ്പോൾ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രെയിമിൻ്റെ ഫിഗറാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ദ ഫ്രെയിംസ് ആർ സ്പേസ്ഡ് അറ്റ് 4 meters സെൻറ്റർ ടു സെൻറ്റർ. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രെയിമാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഫ്രെയിംസ് ആർ സ്പേസ്ഡ് അറ്റ് 4 meters സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ഫ്രെയിംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 meter ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലോട്ട് പോവാം. Then analyze the frame taking live load of 4 kilonewton per meter square. അപ്പം നമ്മൾ ഫ്രെയിം അനലൈസ് ചെയ്യണം. അതിൽ ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 4 kilonewton per meter squareലാണ്. അപ്പോൾ ഈ നമുക്കറിയാം സാധാരണ UDL ഒക്കെ നമ്മൾ 4 kilonewton per meterലാണ് നമ്മൾ എപ്പോഴും യൂണിറ്റ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യണം. ഒരു 1 meter വിഡ്ത്തിലും പിന്നെ ഒരു ലെങ്തിലും ഉള്ള ഒരു ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു UDL ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ 4 kilonewton per meter square ആൻഡ് ഡെഡ് ലോഡ് ഓഫ് 3 kilonewton per meter square, 3.25 kilonewton per meter square ആൻഡ് 2.75 kilonewton per meter square for spans AB, BC and CD respectively. ഇപ്പോൾ നമ്മൾ AB എന്നുള്ള സ്പാനിൻ്റെ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ 3 kilonewton per meter square എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് നമ്മുടെ AB എന്നുള്ള സ്പാൻ എന്ന് വയ്ക്കുക. അപ്പോൾ ഈ AB എന്നുള്ള സ്പാനെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് ശരിക്കും ബീമല്ല ഇതിൽ കാണിച്ചിരിക്കുന്ന. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബീമാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ബീമിൻ്റെ 2 സൈഡും എന്ത് വരും? സ്ലാബ് വരും. AB എന്നുള്ള സ്പാനിൻ്റെ 2 സൈഡും എന്ത് വരും? സ്ലാബ് വരും. അപ്പോൾ ഈ ഡെഡ് ലോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്ലാബിൻ്റെ വെയിറ്റാണ്. ഓക്കെ, ഈ സ്ലാബിൽ നിന്നും ഈ ഒരു ബീമിലോട്ട് പോകുന്ന വെയിറ്റ് ആണ് 3 kilonewton per meter square. ഇനി ഈ ബീമിലോട്ട് ഏതൊക്കെ സ്ലാബിൽ നിന്നുള്ള വരും? അതിൻ്റെ 2 സൈഡിലുള്ള സ്ലാബിൻ്റെ വെയിറ്റ് വരും. പക്ഷേ ഈ 2 സ്ലാബിൻ്റെയും ഫുൾ വെയിറ്റ് ഈ ബീമിലോട്ട് വരത്തില്ല, പകുതി വെച്ചേ വരത്തുള്ളൂ. അതായത് ഇത്രയും പോർഷനിലുള്ള വെയിറ്റ് ആയിരിക്കും ഈ ഒരു ബീമിലോട്ട് വരുന്നത്. അതായത് ഈ ഒരു സ്ലാബിൻ്റെ സെൻറ്റർ മുതൽ ഈ ഒരു സ്ലാബിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനിടയ്ക്കുള്ള വെയിറ്റ് ആയിരിക്കും ഈ ഒരു ബീമിൽ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ AB സ്പാനായിട്ടാണ് നമ്മൾ എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ABയിൽ 3 kilonewton per meter squareലാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ UDയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഒരു സെൻറ്റർ ഡിസ്റ്റൻസ് മുതൽ ഈ ഒരു സെൻറ്റർ ഡിസ്റ്റൻസ് പോലെ. അതായത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 meter. ഇവിടുത്തെ സ്ലാബിൻ്റെയും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 4 meter. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇതിൻ്റെ സെൻറ്റർ വരെ എത്ര ആയിരിക്കും ഡിസ്റ്റൻസ്? 4 meter ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഡ് ലോഡ് 3 kilonewton per meter square എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ 2 സൈഡുള്ള സ്ലാബിൽ നിന്നുള്ള വെയിറ്റ് അതെന്ന് പറഞ്ഞാൽ ആ ഒരു ബീമിലായിരിക്കും വരുന്നത്. പക്ഷെ ആ ബീമിൽ ഫുള്ളായിട്ട് ആ 2 സ്ലാബിൻ്റെയും ഫുൾ വെയിറ്റ് വരത്തില്ല.
ഹാഫ് വെയിറ്റ് ആണ് ഈ ഒരു സ്ലാബിന്റെ ഹാഫ് വെയിറ്റും ഈ ഒരു സ്ലാബിന്റെ ഹാഫ് വെയിറ്റും ആയിരിക്കും വരുന്നത്. അപ്പൊ 3 kN/m² ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, അതായത് 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ഡെഡ് ലോഡ് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നോക്കാം. Then the self weight of beam can be taken as എത്രയാണ്, ബീം ഓഫ് സ്പാൻ 7 മീറ്റർ, അതായത് എ ബി സ്പാനിൽ വരുമ്പോഴത്തേക്കും 5 kN/m²-ലാണ്. ബീം ഓഫ് സ്പാൻ 5 മീറ്റർ ആണ് 3.5, ബീം ഓഫ് സ്പാൻ 3.5 ആണ് 2.5 kN/m. അപ്പം ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബീമിന്റെ സെൽഫ് വെയിറ്റ്. നേരത്തെ ഒരു ഡെഡ് ലോഡ് പറഞ്ഞത് എന്തുമായിരുന്നു, ശരിക്കും അതെന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ട് സൈഡുള്ള സ്ലാബിൽ നിന്നുള്ള വെയിറ്റ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ബീമിന്റെ സെൽഫ് വെയിറ്റും ഇതിൽ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്. ഇനി റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഓഫ് ദ മെമ്പേഴ്സ് ആർ മാർക്ക്ഡ് ഇൻ ദ ഫിഗർ. അപ്പൊ ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്നതാണെന്നോ റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ഇവിടെ QR എന്നുള്ള ഒരു എലമെന്റ് എടുത്താൽ 4.5K, AB-യിലാണെങ്കിൽ 4.5K, AE-യിലാണെങ്കിൽ 2.5K. ഇതൊക്കെയാണ് അതിന്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ്. ഇനി പറയുന്നത് അനലൈസ് ദ സെക്കൻഡ് ഫ്ലോർ ബീംസ് ആൻഡ് കോളംസ്. അപ്പൊ സെക്കൻഡ് ഫ്ലോർ ബീംസ് ആൻഡ് കോളംസ് ആണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിമിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം വരയ്ക്കുക എന്നതാണ്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം വരയ്ക്കാനായിട്ട് നമുക്ക് സെക്കൻഡ് ഫ്ലോർ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത്. സെക്കൻഡ് ഫ്ലോറിലെ ബീംസ് ആൻഡ് കോളംസ്. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം ഫോർ ദ സെക്കൻഡ് ഫ്ലോർ കൺസിസ്റ്റ് ഓഫ് ബീംസ് ആൻഡ് കോളംസ് മീറ്റിംഗ് ഓൺ ദ ഫ്ലോർ വിത്ത് ദെയർ ഫാർ എൻഡ്സ് ഫിക്സഡ്. അതായത് ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ, ഇതെന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ. അപ്പൊ സെക്കൻഡ് ഫ്ലോറിലെ ബീമാണ് ഈ ABCD. അത് ആദ്യം നമ്മൾ വരയ്ക്കുന്നു. ദെൻ അതിലുള്ള കോളംസ്, അപ്പർ സ്റ്റോറി കോളം ഉണ്ട്, ലോവർ സ്റ്റോറി കോളം ഉണ്ട്. അപ്പോൾ എല്ലാ കോളംസും നമ്മൾ കാണിച്ചു വിത്ത് ദ ഫാർ ആൻഡ് ഫിക്സഡ്. ഓക്കെ, നമ്മൾ എന്നിട്ട് എല്ലാ ABCD മാർക്ക് ചെയ്തു, EFGH ആൻഡ് IJKL. ഓക്കെ, അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിം വരച്ചു. ഇനി അതിലെ റിലേറ്റീവ് സ്റ്റിഫ്നെസ്സും നമ്മൾ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ലോഡിങ് ആൻഡ് ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക എന്നതാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സ്പേസിംഗ് ഓഫ് ഫ്രെയിം 4 മീറ്റർ, അതായത് 4 മീറ്റർ സെന്റർ ടു സെന്റർ ആണ് ഓരോ ഫ്രെയിമിന്റെയും സ്പേസിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ 4 മീറ്റർ എന്ന സ്പേസിംഗ് ഓഫ് ഫ്രെയിം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രെയിമിന്റെ ഇനി ഇവിടെ നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നു കഴിഞ്ഞാൽ, ഇവിടെ ഈ തന്നിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫ്രെയിം എന്നാ പറഞ്ഞു. അപ്പൊ ഇതിന് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും എന്തുണ്ട്, ഫ്രെയിം ഉണ്ട്, അല്ലേ? അപ്പൊ അതിന്റെ ഒരു ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചേക്കുന്നത്. ഓക്കെ, അതില് ABCD എന്നുള്ള ഈ ഒരു ഫ്ലോറിന്റെ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ടോപ്പ് വ്യൂ ആണ് ഈ വരച്ചേക്കുന്നത്. അത് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഫിഗറിലോട്ട് പോവുക. അതായത് ഈ ഒരു ഫിഗറിന്റെ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഇവിടെ ഒരു AB ഉണ്ടല്ലേ, അത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും ഫ്രെയിം ഉണ്ട്, ബാക്കിലും ഫ്രെയിം ഉണ്ട്. അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ABCD എന്ന് പറഞ്ഞുകൊണ്ട്. ഇനി അതിന്റെ ഫ്രണ്ടിലും ബാക്കിലുള്ള ഫ്രെയിംസ് ആണ് ഇതും ഇതും. ഓക്കെ, ഇനി അതില് നമ്മൾ ഒരു ഏരിയ ABCD എന്നുള്ള ഒരു ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതില് ബീം AB-യുടെ രണ്ട് ഭാഗത്ത് എന്തുണ്ട്, സ്ലാബ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ സ്ലാബിൽ നിന്നുള്ള ഹാഫ് വെയിറ്റ് ആയിരിക്കും, രണ്ട് സൈഡിലുള്ള സ്ലാബിന്റെയും ഹാഫ് വെയിറ്റ് ആയിരിക്കും ഈ AB എന്നുള്ള ബീമിൽ വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഇനി നമുക്ക് സ്പേസിംഗ് ഓഫ് ഫ്രെയിം 4 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 മീറ്റർ, ഇത്രയും ലെങ്ത് 4 മീറ്റർ. അങ്ങനെയെങ്കിൽ ഇത്രയും ലെങ്ത് എത്രയായിരിക്കും, 4 മീറ്റർ തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ഏരിയ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ലൈവ് ലോഡ് പെർ മീറ്റർ സ്ക്വയർ ഏരിയ 4 kN/m² എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ലൈവ് ലോഡ് പെർ മീറ്റർ ലെങ്തിലാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ലൈവ് ലോഡ് പെർ മീറ്റർ സ്ക്വയർ ഏരിയ, ദാറ്റ് ഈസ് 4 into this 4. സ്പേസിംഗ് ഓഫ് ഫ്രെയിം അല്ല, this 4. നമ്മൾ ഒരു ഏരിയ കൺസിഡർ ചെയ്തില്ലേ, അതിന്റെ ഈ ഒരു ലെങ്ത്. അപ്പൊ ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ 4 kN/m² നിന്നായിരുന്നു തന്നിരുന്നത്. അതിനെ പെർ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവിടത്തെ ഈ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ
അടുത്ത് നമുക്ക് വേണ്ടത് ഡെഡ് ലോഡ് പെർ മീറ്റർ സ്ക്വയർ ഏരിയ ഓൺ സ്പാൻ എ ബി. അപ്പോൾ അത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതിന് നമ്മൾ എടുത്തെഴുതിയെന്നാണ്. സ്പാൻ ബി സിയിലും സ്പാൻ സി ഡിയിലും ഡെഡ് ലോഡ് പെർ മീറ്റർ സ്ക്വയർ ഏരിയ എടുത്തെഴുതി. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പെർ മീറ്റർ ലെങ്തിലാണ്. അപ്പോൾ ടോട്ടൽ ഡെഡ് ലോഡ് പെർ മീറ്റർ ലെങ്ത് ഓൺ എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു ദിസ് 4 മീറ്റർ. ഓക്കെ, 3 ഇൻറ്റു 4. വീണ്ടും ബി സി എന്ന് പറയുന്നത് 3.25 ഇൻറ്റു ദിസ് 4. ദെൻ സി ഡിയിലെ ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 2.75 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് എല്ലാത്തിലെയും ടോട്ടൽ ഡെഡ് ലോഡ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടാബുലാർ കോളം വരയ്ക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞ മെമ്പർ, ദെൻ ഡെഡ് ലോഡ്, ദെൻ സെൽഫ് വെയിറ്റ്, ടോട്ടൽ ഡെഡ് ലോഡ്, ദെൻ ലൈവ് ലോഡ്, dead load plus live load, fixed and moment due to dead load alone, and fixed and moment due to dead load plus live load. ഇനി നമ്മുടെ ഈ ഒരു ഫിഗർ എടുത്തിട്ട് ഇതിൽ മെമ്പേഴ്സ് ഏതൊക്കെയുണ്ട്? എ ബി ഉണ്ടല്ലേ. എ ബി എന്ന് പറഞ്ഞ മെമ്പർ എന്ന് പറയുന്നത് 7 മീറ്റർ ലെങ്ത് ആണ്. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ ലെങ്ത് 7 മീറ്റർ. ദെൻ ബി സി എന്ന് പറയുന്നത് 3.5 മീറ്റർ. ദെൻ സി ഡി എന്ന് പറയുന്നത് 5 മീറ്റർ. അത്രയും നമ്മൾ ഇതാ. ദെൻ ഇതിൽ വരുന്ന ഡെഡ് ലോഡ് നമ്മൾ കണ്ടുപിടിച്ചു. എ ബിയിൽ വരുന്ന ഡെഡ് ലോഡ് 12 ആണ്, ബി സിയിൽ വരുന്നത് 13, ദെൻ സി ഡിയിൽ വരുന്നത് 11. അത് നമ്മൾ കൊടുത്തു. അടുത്ത നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് പറഞ്ഞാൽ ലൈവ് ലോഡ് നമുക്ക് എത്രയാണ്? 16 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. എല്ലായിടത്തും 16 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ലൈവ് ലോഡ് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈവ് ലോഡിന്റെ കോളത്തിൽ 16 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ നമുക്ക് വേണ്ടത് സെൽഫ് വെയിറ്റ് ആണ്. എ ബി എന്നുള്ള ബീമിന്റെ സെൽഫ് വെയിറ്റ്, അതായത് എ ബി എന്നുള്ള ബീമിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 7 മീറ്റർ. അപ്പൊ ബീം ഓഫ് സ്പാൻ 7 മീറ്ററിന്റെ സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ദെൻ ബീം ഓഫ് സ്പാൻ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 3.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അതായത് സി ഡിയിലെ സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.5. ദെൻ ബി സിയിലെ, അതായത് ബീം ഓഫ് സ്പാൻ 3.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 2.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ 3.5 മീറ്റർ വരുന്ന ഏതെല്ലാം? ബി സി. അപ്പൊ അതിൽ 2.5 സെൽഫ് വെയിറ്റ്. ഇനി ടോട്ടൽ ഡെഡ് ലോഡ് കിട്ടാനായിട്ട് ദിസ് ഡെഡ് ലോഡ് പ്ലസ് സെൽഫ് വെയിറ്റ് ആഡ് ചെയ്ത് ടോട്ടൽ ഡെഡ് ലോഡിന്റെ കോളത്തിൽ എഴുതുക. ഓക്കെ, അപ്പൊ 12 പ്ലസ് 5 17, ദെൻ 13 പ്ലസ് 2.5 15.5, 11 പ്ലസ് 3.5 14.5. അടുത്ത കോളത്തിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, അതായത് ടോട്ടൽ ഡെഡ് ലോഡ് പ്ലസ് ടോട്ടൽ ലൈവ് ലോഡ് നമ്മൾ ചെയ്യുക. അപ്പൊ 17 പ്ലസ് 16 33, 15.5 പ്ലസ് 16 31.5, 14.5 പ്ലസ് 16 30.5. ദെൻ നമുക്ക് ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡ്യൂ ടു നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എന്താണ്? UDL ആണ് അല്ലേ. അപ്പോൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡ്യൂ ടു UDL ഓഫ് W കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? WL² ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ WL²/12 ഡ്യൂ ടു UDL ഓൺ UDL കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് ആണ് WL²/12. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് എ ബി എന്നുള്ള സ്പാൻ എടുക്കുകയാണെങ്കിൽ ഫിക്സഡ് ആൻഡ് ഈ ഒരു കോളം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് അലോൺ ആണ്. അപ്പോൾ നമ്മൾ ഡബ്ല്യുവിന്റെ വാല്യൂ എന്ന് പറയുന്നത് 17 ഇൻറ്റു L², അതായത് 7² ഡിവൈഡഡ് ബൈ 12 ചെയ്ത് ഫസ്റ്റ് കോളം എഴുതുക. Then similarly total dead load on BC എന്ന് പറഞ്ഞാൽ 15.5. അപ്പോൾ 15.5 ഇൻറ്റു 3.5²/12 ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് സി ഡിയിലെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് കണ്ടുപിടിക്കുക. ഇനി ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് പറഞ്ഞാൽ 33 ആണ്. അപ്പോൾ ഡബ്ല്യുവിന്റെ വാല്യൂ 33 ഇൻറ്റു സ്പാൻ എന്ന് പറഞ്ഞാൽ 7 മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോഴത്തേക്കും 134.75 കിലോ ന്യൂട്ടൺ മീറ്റർ. അതുപോലെ ബി സിയിലെയും സി ഡിയിലെയും കണ്ടുപിടിക്കാം. ബി സിയിലെ ടോട്ടൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് 31.5, സി ഡിയിലെ 30.5. അപ്പം ഡബ്ല്യുവിന്റെ വാല്യൂസ് മാത്രം മാറ്റി കൊടുക്കുക, ദെൻ ലെങ്തും മാറ്റുക, ചെയ്ത് കിട്ടുന്നതിന് ഈ ഒരു കോളത്തിൽ എഴുതുക. ഇനി നമുക്ക് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ടാബുലാർ കോളം ഉണ്ട്. അതിൽ ജോയിൻസ്, മെമ്പേഴ്സ്, റിലേറ്റീവ് സ്റ്റിഫ്നെസ്, സം ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഇതാണ് അതിൻ്റെ ഒരു ടാബുലർ കോളം വരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ജോയിന്റ് ഏതാണ്? എ ആണ് നമ്മുടെ ഫസ്റ്റ് ജോയിന്റ്. അതിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണ്? എ ഇ ഫസ്റ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ എ ആണ്. അതിൻ്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 2.5K. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് AI, അതിൻ്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് 2.5K. അത് കഴിഞ്ഞ് വരുന്ന മെമ്പർ എന്ന് പറയുന്നത് എ ബിൻ്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് 4.5K. ഇനി ഇതിൻ്റെ എല്ലാം കൂടി സമ്മ് 2.5K പ്ലസ് 2.5K പ്ലസ് 4.5K, അതാണ് എന്താ 9.5K.
ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സം ചെയ്യുക. അപ്പോൾ 2.5k ഡിവൈഡഡ് ബൈ 9.5k ചെയ്യുമ്പോൾ 0.263. 2.5k divided by 9.5, 0.263. 4.5k divided by 9.5k, 0.474. ഇനി സിമിലർലി നമ്മൾ ബി എന്നുള്ള ജോയിന്റ്, ഓക്കെ, ബി എന്നുള്ള ജോയിന്റ് എടുക്കുമ്പോഴത്തേക്കും ബിയിൽ ഏതൊക്കെ മെമ്പേഴ്സ് വരും? ബി എ വരും, അതിൻ്റെ റിലേറ്റീവ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 4.5k ആണ്. ദെൻ ബി എഫ് വരും, റിലേറ്റീവ് സ്റ്റിഫ്നെസ് 2.5k. ബി ജെ വരും 2.5k. ദെൻ ബി സി 2k. ഓക്കെ, ഇത്ര എഴുതുക. ഇതിൻ്റെ എല്ലാം കൂടി സം എടുക്കുക, ഇവിടെ എഴുതുക 11.5k. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടാനായിട്ട് റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ സം ചെയ്ത് ഓരോ കോളത്തിൽ എഴുതുക. സിമിലർലി ജോയിന്റ് സിയിലെയും ജോയിന്റ് ഡിയിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൽ വരുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഡിവൈഡഡ് ബൈ സം ചെയ്യുക. ഏതാണോ ജോയിന്റ് എടുക്കുന്നത് ആ ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും എഴുതുക. ഡി എന്നുള്ള ജോയിന്റ് ആണെങ്കിൽ ഡി സി വരും, ഡി എച്ച് വരും, ഡി എൽ വരും. അതിൻ്റെ എല്ലാം റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഫിഗറിൽ തന്നിട്ടുണ്ട്, അത് എടുത്ത് എഴുതുക. അതിൻ്റെ സം എടുത്ത് ഇവിടെ എഴുതുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇട്ടാണ് 3k ഡിവൈഡഡ് ബൈ 8k, 0.375. 2.5k ഡിവൈഡഡ് ബൈ 8k, 0.3125. ഇങ്ങനെ എടുത്ത് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് മൊമെന്റ്സ്. നമ്മളടുത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് അനലൈസ് ദ സെക്കൻഡ് ഫ്ലോ ബീമാണ്. അപ്പോൾ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈനലി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞു. അപ്പോൾ എന്ത് മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അവർ പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെക്ചർ 1 പഠിച്ച ലോഡിംഗ് പാറ്റേൺസ് വെച്ചുള്ള എല്ലാ മൊമെന്റ്സും നമ്മൾ കണ്ടുപിടിക്കണം. ഒന്നുകൂടെ പറയുവാണ്, എക്സാമിന് എല്ലാ മൊമെന്റും നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരത്തില്ല. അവർ എടുത്ത് പറയും മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സപ്പോർട്ട് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നും അവരെ എടുത്ത് പറയും. ഏതാണോ ചോദിക്കുന്നത് അത് മാത്രം ചെയ്യുക. ഇവിടെ ഇപ്പോൾ അനാലിസിസ് ഓഫ് സെക്കൻഡ് ഫ്ലോ ബീംസ് ആൻഡ് കോളംസ് ആണ്, അതുകൊണ്ട് നമ്മൾ എല്ലാ മൊമെന്റ്സും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുവാണ്. എന്താണ്? ലോഡിംഗ് പാറ്റേൺ ഫോർ നെഗറ്റീവ് ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സപ്പോർട്ട് ഓഫ് ബി. അപ്പോൾ ഈ സപ്പോർട്ട്സിൽ എന്ത് വരണം? എ ബി സി ഡി, ഇതാണ് നമ്മുടെ 3 സപ്പോർട്ട്സ്. അതിൽ ബീമിൻ്റെ ഇവിടെ എല്ലാം എന്ത് ചെയ്യണം? നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരണം. അപ്പം നമ്മൾ ആദ്യം സപ്പോർട്ട് എ എടുക്കുകയാണ്. സപ്പോർട്ട് എ എടുക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ലോഡിംഗ് പാറ്റേൺ പഠിച്ചിട്ടില്ലാത്തവർ അത് വീഡിയോ കാണുക, അത് കണ്ടിട്ട് ഇത് നോക്കുക. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് എ എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഡെഡ് ലോഡ് എല്ലാത്തിലും സെയിം ആയിരിക്കും. ഡെഡ് ലോഡാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്ന, റെഡ് കളറിൽ വരുന്നത് ലൈവ് ലോഡ്. അപ്പോൾ സപ്പോർട്ട് എ ഹോഗ് ചെയ്യണമെങ്കിൽ എ എന്നുള്ള സപ്പോർട്ടിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ സ്പാനിലും എന്ത് വരണം? ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വരണം. ഇവിടെ ഇപ്പോൾ എ എന്നുള്ള സപ്പോർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്പാൻ ഏതൊക്കെയാണ്? എ ബി മാത്രമാണ്. അപ്പോൾ അതിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഒന്നും, ബാക്കി എല്ലാത്തിലും ഡെഡ് ലോഡ് മാത്രം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടാബുലർ കോളം എഴുതിയതാണ്. അതിൽ എ ബിയിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വരുമ്പോൾ എത്രയാണ്? 33 kN/m ആണ് ലോഡ് വരുന്നത്. ദെൻ ബി സിയിൽ ഡെഡ് ലോഡ് ആണ്. ടോട്ടൽ ഡെഡ് ലോഡ് എത്രയാണ്? ബി സിയിൽ 15.5 കൊടുക്കുക, 15.5 kN/m. സി ഡിയിലെ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് 14.5 kN/m. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 cycle moment distribution. നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 cycle moment distribution. ഓക്കെ, അപ്പോൾ 2 cycle moment distributionൽ വരുമ്പോഴത്തേക്കും വരുന്നത് ആദ്യം നമ്മൾ ഒരു ടാബുലർ കോളം ഉണ്ട്. ജോയിൻസ്, മെമ്പർ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂസ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, carry over, total bending moment, distribution, final bending moment. ഇത്രയും റോസ് വരും. നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് നമ്മുടെ എന്താണ് സപ്പോർട്ട് എയിൽ ഹോഗിങ് വരുന്ന കണ്ടീഷനിലെ 2 cycle moment distribution മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജോയിൻസ് ഏതൊക്കെയുണ്ട്? എ ഉണ്ട്. എയിൽ മെമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയുണ്ട്? എ ബി മാത്രമാണ്, അത് എഴുതി. ദെൻ ബി എന്നുള്ള മെമ്പർ എടുക്കുന്നു. അതിൽ ബി എന്നുള്ള ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബി എ വരും, അതുപോലെ തന്നെ ബി സി വരും. നമ്മളിപ്പോൾ ബീമിൻ്റെ അനാലിസിസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ കോളം എടുക്കാത്തത്. ഓക്കെ, ബീമിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ ബി എയും ബി സി എഴുതി. അടുത്ത് സപ്പോർട്ട് സി എടുത്തു കഴിഞ്ഞാൽ സി ബി ഉണ്ട്, ദെൻ സി ഡി ഉണ്ട്. സപ്പോർട്ട് ഡി എടുത്താൽ ഡി സി മാത്രമാണ് അതിൽ വരുന്ന മെമ്പർ.
ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ കോളം ഓൾറെഡി നമ്മളെല്ലാം ടാബുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എ ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നോക്കാം. എ ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.474. അതിവിടെ കൊടുക്കുക 0.474. ഇനി അടുത്ത ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.392. ദെൻ ബി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ 0.174. ദെൻ സി ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.20. സി ഡി 0.30. ദെൻ ഡി സിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.375. അപ്പോൾ അതെല്ലാം ഇവിടെ എഴുതി. ഇനി ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂസ് നമ്മൾ ഇങ്ങനെ ഒരു ടാബുലർ കോളം നേരത്തെ ചെയ്തതായിരുന്നു. അത് റെഫർ ചെയ്താണ് നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ ഓഫ് എ ബിയുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ നമ്മൾ നോക്കണം. എ ബിയിൽ നിന്ന് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ. അപ്പോൾ എ ബിയിലെ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ എത്രയാണ്? 134.75. അത് എഴുതി. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് നെഗറ്റീവ് സൈൻ, അതായത് എ ബി എന്ന് പറയുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് അതിന്റെ വാല്യൂ എഴുതാം. ബി എ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും വാല്യൂ. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ വേണം പോകാനായിട്ട്. അപ്പൊ ഫസ്റ്റ് എഴുതുന്ന വാല്യൂ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇനി ബി എ എന്ന് പറയുന്നത് എന്താണ്? എ ബിയിലുള്ള എന്താണോ മൊമെന്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ബി എയിൽ വരുന്നത്. അപ്പൊ -134 ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ +134. അപ്പൊ ഇവിടെ സൈൻ ഓർത്തോളണം. ആദ്യം എഴുതുന്നത് എന്ന് പറഞ്ഞാൽ മൈനസ് ആയിരിക്കും. എ ബി ആണെങ്കിൽ മൈനസ്, ബി എ ആണെങ്കിൽ പോസിറ്റീവ്. ദെൻ ബി സി എഴുതുമ്പോഴത്തേക്കും ബി സിയിൽ നോക്കാം, ഇവിടെ ഡെഡ് ലോഡ് മാത്രമാണ് വന്നത്. അപ്പൊ ഡെഡ് ലോഡ് മാത്രം കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് അത് എത്രയാണ്? ബി സിയിൽ 15.82. അപ്പൊ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ -15.82 kN/m. സി ബി എഴുതുമ്പോൾ +15.82. ഇനി നമ്മൾ ഇങ്ങോട്ട് എഴുതണമെന്നില്ല, കാരണം നമുക്ക് സപ്പോർട്ട് എയിലെ ബെൻഡിങ് മൊമെന്റ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം ഒന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എക്സാമിന് അല്ലെങ്കിലും ടൈം കാണത്തില്ല. അപ്പോൾ വെറുതെ ഇതെല്ലാം കണ്ടുപിടിച്ച് ടൈം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് സപ്പോർട്ട് എ കണ്ടുപിടിക്കാൻ എന്തൊക്കെ മൊമെന്റ് കണ്ടുപിടിക്കണം, ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെ കോളം വരെ ചെയ്യണമെന്ന് നോക്കി അത് മാത്രം നോക്കി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ കോളം ഫില്ല് ചെയ്താൽ മതി. എല്ലാ കോളവും ഫില്ല് ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ വെച്ച് അങ്ങ് നിർത്തുവാണ്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും ഓർക്കുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ആ ഏത് ജോയിന്റ് ആണെന്ന് നോക്കുക. എ എന്നുള്ള ജോയിന്റ് ആണ്. ഇപ്പം ആ എ എന്നുള്ള ജോയിന്റിലെ മൊമെന്റ്സ് ഏതൊക്കെ വരുന്നുണ്ട്? എ ബി എന്നുള്ള മെമ്പറിൽ നിന്നുള്ള മൊമെന്റ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അതിന്റെ നെറ്റ് വാല്യൂ അപ്പൊ ആ ഒരു എ എന്നുള്ള ജോയിന്റിലെ നെറ്റ് മൊമെന്റ് ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇൻറ്റു ഒരു -1. അതായത് സൈൻ മാറ്റി വേണം നമ്മൾ എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ എഴുതാൻ. അതുകൊണ്ട് ഒരു -1 എന്ന് ഞാൻ പറയും. അപ്പൊ ഇക്വേഷൻ ഇതാണ്. എന്തെന്ന് അതിന്റെ ഏത് ജോയിന്റിലെയാണ് അല്ലെങ്കിൽ ഏത് മെമ്പർ, ആ മെമ്പർ വരുന്ന ഏത് ജോയിന്റ് ആണെന്ന് നോക്കുക. ആ ജോയിന്റിന്റെ നെറ്റ് മൊമെന്റ് ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇൻറ്റു -1. ഓക്കെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? -134.75. അതാണ് അവിടുത്തെ നെറ്റ് മൊമെന്റ്. എയിൽ വേറെ മൊമെന്റ്സ് ഒന്നും വരുന്നില്ല. -134.75 മാത്രമേ ഈ എ എന്നുള്ള ജോയിന്റിൽ മൊമെന്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് -134.75 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.474 ഇൻറ്റു -1. ഓക്കെ, അത് ചെയ്യുമ്പോൾ 63.87 എന്ന് കിട്ടും. ഇനി ബി എന്നുള്ള ജോയിന്റ് എടുക്കുവാണെങ്കിൽ ബി എയിലെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടാനായിട്ട് നമ്മളിപ്പോൾ ബി എ എന്ന് പറയുന്നത് ബി എന്നുള്ള ജോയിന്റിനകത്താണ് വരുന്നത്. അപ്പൊ അവിടുത്തെ നെറ്റ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ സൈൻ ഡിഫറെന്റ് അല്ലേ. ഇവിടെ ഒരു പോസിറ്റീവ് 134.75 ഇവിടെ നെഗറ്റീവ് 15.82. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 134.75 -15.82. ഓക്കെ, നമ്മൾ നെറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 134.75 -15.82 ഇൻറ്റു ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.392 ഇൻറ്റു ഒരു -1. അപ്പം -46.62. എഗെയിൻ ഇവിടെ വരുമ്പോഴത്തേക്കും ബി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ബി സി വരുന്ന ജോയിന്റ് നോക്കാം. ബി എന്നുള്ള ജോയിന്റ് തന്നെയാണ്. അവിടുത്തെ നെറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ 134.75 -15.82. അതേ ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ബി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.174 ഇൻറ്റു -1. അപ്പം -20.69. ഓക്കെ, ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നമുക്ക് ജോയിന്റ് എയിലെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ആണ് ആവശ്യം. അപ്പൊ അത് വെറുതെ കണ്ടുപിടിച്ച് സമയം കളയണ്ട. അടുത്ത് നമ്മൾ നോക്കുന്നത് കേരി ഓവർ ആണ്. ഓക്കെ, കേരി ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ബി എയിൽ നിന്ന് എ ബിയിലോട്ട് നമുക്ക് കയറി, അതായത് സെയിം മെമ്പർ എ ബി എന്നുള്ള മെമ്പർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരി ഓവർ ചെയ്യണമെങ്കിൽ എ ബിയിൽ നിന്നും ബി എയിലോട്ട് നമുക്ക് കേരി ഓവർ ചെയ്യാം.
ഓക്കെ, സെയിം മെമ്പറിലാണ് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നത്. എ ബിയിൽ നിന്നും നമുക്ക് ബി എയിലോട്ട് ക്യാരി ചെയ്യാം. പക്ഷേ ബി എയിൽ നിന്നും ബി സിയിലോട്ട് ക്യാരി ചെയ്യാൻ പറ്റില്ല. കാരണം അത് രണ്ടും രണ്ട് മെമ്പറാണ്. എ ബിയും ബി സി എന്ന് പറഞ്ഞ് രണ്ടും രണ്ട് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ക്യാരി ഓവർ നടക്കത്തില്ല. പകരം എവിടെയാണ് നടക്കുന്നത്? സെയിം മെമ്പറിലാണ് ക്യാരി ഓവർ നടക്കുന്നത്. എ ബിയിൽ നിന്ന് ബി എയിലോട്ട് ക്യാരി ഓവർ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ജോയിന്റ് എ മാത്രം മതി. അപ്പൊ അതിലോട്ട് ബി എയിൽ നിന്ന് ക്യാരി ഓവർ എന്ന്. ക്യാരി ഓവർ മീൻസ് ഇവിടെ എന്താണോ വാല്യൂ കിട്ടിയത്, ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ഫൈനൽ കിട്ടിയത്, അതേ ഡിവൈഡ് ബൈ 2 ചെയ്ത് ഇവിടെ എഴുതും. -46.62 ഡിവൈഡ് ബൈ 2 -23.31. ഇനി ഇവിടെ ബി എയിലോട്ട് നമുക്ക് വേണമെങ്കിൽ ക്യാരി ചെയ്യാം. നമുക്കിപ്പോൾ അതിന്റെ ചെയ്യാം. അപ്പം 63.87 ഡിവൈഡ് ബൈ 2. അതേസമയം നമുക്ക് ബി എയിൽ നിന്നും ബി സിയിലോട്ട് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബി എയും ബി സിയും രണ്ടും രണ്ട് മെമ്പറാണ്. ഒറ്റ മെമ്പറിൽ മാത്രം നമുക്ക് ക്യാരി ഓവർ, അതായത് എ ബി എന്നുള്ള മെമ്പർ എടുത്തു കഴിഞ്ഞാൽ എ ബിയിൽ നിന്ന് ബി എയിലോട്ട് നമുക്ക് ക്യാരി ഓവർ ചെയ്യാം. അതുപോലെ ബി എയിൽ നിന്നും എ ബിയിലോട്ട് ക്യാരി ഓവർ ചെയ്യാം. എന്നാൽ ബി എയിൽ നിന്ന് ബി സിയിലോട്ട് ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല. ബി സിയിൽ നിന്ന് ബി എയിലോട്ടും ക്യാരി ഓവർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ ഇങ്ങോട്ട് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ജോയിന്റ് എ മാത്രം മതി ഫൈനൽ ബെൻഡിങ് മൊമെന്റ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് കിട്ടാനായിട്ട് ഈ ഫിക്സഡ് ആൻഡ് മൊമെന്റ് പ്ലസ് ക്യാരി ഓവർ മൊമെന്റ് ആഡ് ചെയ്യാം. ഫിക്സഡ് ആൻഡ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ -134.75 പ്ലസ് ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ -23.31. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് വരാം. ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ജോയിന്റിലെ മൊമെന്റ് എത്രയാണോ, ഇപ്പൊ നമുക്ക് ഫൈനൽ വന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാണ്? -158. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട. അപ്പൊ അതിന്റെ നെറ്റ് മൊമെന്റ് ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.474 ഇൻറ്റു -1, അത് ചെയ്യുമ്പോൾ 74.92 കിട്ടും. ഇനി ഫൈനൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് -158.06 പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ 74.92, അപ്പൊ -83.14 kN മീറ്റർ കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ്. അപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പോൾ സപ്പോർട്ട് എ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു എ എന്നുള്ള മൊമെന്റ് കിട്ടാൻ ആവശ്യമുള്ള മാത്രമേ നമ്മളിവിടെ ഈ ടാബുലാർ കോളത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഈ ഭാഗമൊന്നും നമ്മൾ ഫില്ല് ചെയ്യണമെന്നില്ല പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടാൽ നമുക്കറിയാം 2 തവണയാണ് നമ്മൾ മൊമെന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് 2 സൈക്കിൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 2 തവണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചെയ്യാതെ പോയി പരീക്ഷയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ തെറ്റും. അപ്പൊ മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ആയിട്ട് ജോയിന്റ് എ നമുക്ക് കിട്ടിയ എത്രയാണ്? 83.14 kN മീറ്റർ. നമ്മൾ നെഗറ്റീവ് സൈൻ ഒന്നും എടുക്കണമെന്നില്ല. ജസ്റ്റ് ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് എത്രയാണെന്ന് വാല്യൂ മാത്രം എടുത്തെഴുതും. ഇനി അടുത്ത് നമ്മൾ സപ്പോർട്ട് ബി എടുക്കണം. സപ്പോർട്ട് ബിയിൽ എന്ത് വരണം? മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ കണ്ടീഷൻ എന്താണ് പറഞ്ഞാൽ, ഏത് ജോയിന്റിലാണോ ഹോഗിങ് വരേണ്ടത് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിലും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കൊടുക്കുക. ബാക്കി എല്ലാത്തിലും ഡെഡ് ലോഡ് മാത്രം കൊടുക്കുക. അപ്പോൾ എ ബിയിൽ ഞാൻ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കൊടുത്തു. അതുപോലെ ബി സിയിലും ഞാൻ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കൊടുത്തു. അപ്പോൾ എ ബിയിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും 33 kN/മീറ്റർ, ബി സിയിൽ വരുമ്പോൾ 31.5 മീറ്റർ, ദെൻ സി ഡിയിൽ വരുമ്പോഴത്തേക്കും 14.5 kN/മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഇനി അതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 2 സൈക്കിൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. നമ്മൾ നേരത്തെ അതേപോലെ ജോയിന്റ്, മെമ്പർ, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂസ്, ഡിസ്ട്രിബ്യൂഷൻ, ക്യാരി ഓവർ, ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫൈനൽ ബെൻഡിങ് മൊമെന്റ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ടാബുലാർ കോളത്തിൽ വരുത്തേണ്ട. ജോയിന്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ബിയിലെ ബെൻഡിങ് മൊമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ജോയിന്റ്സ് ഏതൊക്കെ ഉണ്ട്? നമ്മൾ എയിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ എ ബി മാത്രമാണ്. ദെൻ ബി എന്നുള്ള ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ബി എയും ബി സിയും അതിലെ മെമ്പറാണ്. ദെൻ സി എന്നുള്ള ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ സി ബിയും സി ഡിയും മെമ്പറാണ്. ദെൻ ഡി എന്നുള്ള ജോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന മെമ്പർ എന്ന് പറയുന്നത് ഡി സി. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമുക്ക് അറിയാം. 0.474, 0.392, 0.174, 0.20, 0.30, 0.375 നമ്മുടെ നേരത്തെ ടാബുലാർ കോളത്തിൽ നിന്ന് എടുത്തെഴുതുക. അതായത് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ സ്റ്റെപ്പ് 3ൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലൊന്ന് എടുത്തെഴുതുക. ദെൻ ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂസ് കിട്ടാനായിട്ട് ഈ ഒരു ടാബുലാർ കോളം അതിൽ
പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിക്സഡ് എൻഡ് മൊമെന്റ് വാല്യൂ നമ്മൾ ഇവിടുത്തെ ലോഡിംഗ് കണ്ടീഷൻ ഏതാണെന്ന് നോക്കിയിട്ട് വേണം കൊടുക്കേണ്ടത്. ഇവിടെ എ ബി എന്നുള്ള ഇതിൽ ഫിക്സഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കാരണമുള്ള ഫിക്സഡ് എൻഡ് മൊമെന്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എ ബിയിലെ എത്രയാണ് 134.75. ആദ്യം എഴുതുന്നതായതുകൊണ്ട് നമ്മൾ -134.75. ദെൻ ബി എ ആണെങ്കിലോ +134.75. ഇനി ബി സിയിലും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കാരണമുള്ള ഫിക്സഡ് എൻഡ് മൊമെന്റ് ആണ് വേണ്ടത്. അപ്പോൾ ബി സിയിൽ 32.16. അപ്പോൾ ബി സിയിൽ ഇവിടെ എഴുതുമ്പോൾ -32.16. സി ബി എടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് 32.16. ദെൻ സി ഡിയിലാണെങ്കിലോ സി ഡിയിൽ ഡെഡ് ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണമുള്ള ഫിക്സഡ് എൻഡ് മൊമെന്റ് 30.21. അപ്പോൾ -30.21. ഇതിന് ഇപ്പുറത്തെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബി എയിലും ബി സിയിലും മൊമെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നമ്മൾ സപ്പോർട്ട് ബിയിലെ മൊമെന്റ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബി എയും ബി സി. അപ്പോൾ ഇതിലുള്ള വാല്യൂസ് കിട്ടാനായിട്ട് നമ്മൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മാത്രം ഈ ഒരു ടാബുലാർ കോളത്തിൽ എഴുതിയാൽ മതി. ഇത് ഫുള്ള് ഫില്ല് ചെയ്യണമെന്ന് ഇല്ല. നമ്മൾ കുറെ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഏതൊക്കെ കോളംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് എന്തായിരുന്നു പറഞ്ഞതെന്ന് നമ്മൾ അവിടുത്തെ നെറ്റ് മൊമെന്റ് ഈ ഒരു മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെമ്പറിലെ നെറ്റ് വരുന്ന ഏതാണ് ജോയിന്റ് നോക്കുക. എ ആണ് ജോയിന്റ്. എയിൽ വരുന്ന നെറ്റ് മൊമെന്റ് അതായത് -134.75 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.474 ഇൻറ്റു ഒരു -1 അപ്പോൾ 63.87 എന്ന് കിട്ടും. ദെൻ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ അറ്റ് എനി മെമ്പർ എന്ന് പറയുന്നത് നെറ്റ് മൊമെന്റ് ഓഫ് ജോയിന്റ്. നമ്മളിപ്പോൾ ഏത് മെമ്പറാണോ എടുക്കുന്നത് അത് ഏത് ജോയിന്റിലാണോ കണക്ട് ചെയ്തേക്ക് നോക്കുക. സി ബി ആണ് എടുക്കുന്നതെങ്കിലോ സി എന്നുള്ള ജോയിന്റിലാണ് എടുക്കുന്നത്. അപ്പോൾ സിയിലെ നെറ്റ് മൊമെന്റ് ഇൻറ്റു സി ബിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇൻറ്റു -1 അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ബി എയിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ബിയിലെ നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് 134.75 -32.16. അതായത് ഇവിടെ പോസിറ്റീവ് മൊമെന്റ് ആണ്, ഇവിടെ നെഗറ്റീവ് മൊമെന്റ് ആണ്. നെറ്റ് മൊമെന്റ് കിട്ടാനായിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 134.75 -32.16 ചെയ്യുമ്പോഴത്തേക്കും നെറ്റ് മൊമെന്റ് കിട്ടും. ഇൻറ്റു ബി എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.392 ഇൻറ്റു -1 40.215. എഗെയിൻ ഇവിടുത്തെ നെറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ബി സിയുടെ നെറ്റ് മൊമെന്റ് ബി സി വരുന്നത് ബി എന്നുള്ള ജോയിന്റിലാണ്. അപ്പോൾ നെറ്റ് മൊമെന്റ് 134.75 -32.16 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.174 ഇൻറ്റു -1 17.85. ഇനി നമുക്ക് ബി സിയിലോട്ട് നമുക്ക് ക്യാരി ഓവർ ചെയ്യണമെങ്കിൽ നമ്മൾ സി ബിയിലെയും കൂടി മൊമെന്റ് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? സി ബി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സി ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 32.16 -30.21 ഇൻറ്റു 0.20 ചെയ്യുമ്പോൾ -0.40 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ക്യാരി ഓവർ ആണ്. ക്യാരി ഓവർ ചെയ്യുമ്പോൾ നമ്മൾ സെയിം മെമ്പറിലാണ് നമ്മൾ ക്യാരി ഓവർ ചെയ്യുന്നത്. അപ്പോൾ എ ബി എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ എ ബിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബി എയിലോട്ട് ക്യാരി ഓവർ ചെയ്യാം. അതായത് 63.87 ഡിവൈഡ് ബൈ 2 31.95. തിരിച്ച് ബി എയിൽ നിന്നും ഇങ്ങോട്ട് നമുക്ക് ക്യാരി ഓവർ ചെയ്യാം. നമ്മളിപ്പോൾ വെറുതെ സമയം കളയുന്നില്ല, കാരണം നമുക്ക് ബി എയിലും ബി സിയിലും മാത്രം മൊമെന്റ്സ് മതി. അതുകൊണ്ട് ഓക്കെ. ദെൻ അടുത്തനി ബി സിയിലെ ക്യാരി ഓവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ സി ബിയിൽ നിന്നുള്ള ഹാഫ്. അപ്പോൾ സി ബിയിൽ -0.40 ആണ്, അതിന്റെ ഹാഫ് -0.20. ഇനി ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫിക്സഡ് എൻഡ് മൊമെന്റ് പ്ലസ് ക്യാരി ഓവർ. ഫിക്സഡ് എൻഡ് മൊമെന്റ് 134.75 പ്ലസ് ക്യാരി ഓവർ 31.95 അപ്പോൾ 166.69. അഗെയിൻ ഇവിടെ വരുമ്പോൾ -32.16 പ്ലസ് -0.20 -32.36. ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അറിയാം, നെറ്റ് മൊമെന്റ് ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇൻറ്റു -1. അപ്പോൾ നെറ്റ് മൊമെന്റ് 166.69 -32.36. അപ്പോൾ നെറ്റ് മൊമെന്റ് ആയി. ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.392 ഇൻറ്റു ഒരു -1. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂഷൻ -52.66 എന്ന് കിട്ടും. അതേപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും നെറ്റ് മൊമെന്റ് 166.69 -32.36 ഇൻറ്റു 0.174 ഇൻറ്റു -1 ചെയ്യുമ്പോഴത്തേക്കും -23.37 ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഇനി ഫൈനൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ. ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് 166.69 പ്ലസ് -52.66 എത്ര വരും? 114.03 kN/m. അഗൈൻ ഇവിടെ വരുമ്പോഴത്തേക്ക് -55.73 kN/m. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി എയിൽ ഒരു വാല്യൂ വന്നിട്ടുണ്ട്, ബി സിയിൽ ഒരു വാല്യൂ വന്നിട്ടുണ്ട്. നമുക്ക് ജോയിന്റ് ബിയിലെ മൊമെന്റ് ആണ് വേണ്ടത്. അപ്പോൾ മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വരുന്ന വാല്യൂസിൽ ഏതാണോ ഹയർ വാല്യൂ, നമ്മളിവിടെ സൈൻ നോക്കേണ്ട ആവശ്യമില്ല, സൈൻ ഇല്ലാതെ ഏതാണ് ഹയർ വാല്യൂ അത് നോക്കുക.
അതായതാണ് 114.03 ആണ് ഹയർ വാല്യൂ. അപ്പോൾ മാക്സിമം ഹോഗിൻ ബെൻഡിങ് മൊമെന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് 114.03. അപ്പോൾ ഇവിടെ സൈൻ നോക്കരുത്, സൈൻ നോക്കാതെ ഏതാണ് ഹയർ വാല്യൂ നോക്കുക. ഇവിടെ ഇപ്പോൾ 114ഉം 55.73 ഏതാണ് വലുത്? 114 ആണ് വലുത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള സപ്പോർട്ട് സിയിലാണ്. സപ്പോർട്ട് സിയിൽ നമുക്ക് എന്ത് ചെയ്യണം? മാക്സിമം ഹോഗിങ് വരണം. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഏത് സപ്പോർട്ടിലാണോ വരേണ്ടത് അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിലെല്ലാം എന്ത് ചെയ്യണം? ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കോമ്പിനേഷൻ കൊടുക്കുക. ബാക്കി എല്ലാത്തിലും ഡെഡ് ലോഡ് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എ ബിയില് ഡെഡ് ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എ ബിയിലെ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? 17 kN/m. ദെൻ ബി സിയിൽ വരുമ്പോഴത്തേക്കും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഉണ്ട് 31.5. ദെൻ ബി സി ഡി വരുമ്പോഴത്തേക്കും 30.5. അതിവിടെ മാർക്ക് ചെയ്യും. എഗെയിൻ നമ്മളിവിടെ എന്താണ് 2 സൈക്കിൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നത്. അതിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എല്ലാം എടുത്തെഴുതി ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂസ് ഇവിടെ എടുത്തെഴുതുക. ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ നോക്കുമ്പോഴത്തേക്കും എ ബി എടുക്കുമ്പോൾ എ ബിയിൽ എന്താണ്? ഡെഡ് ലോഡ് മാത്രമാണ്. അപ്പോൾ ഫിക്സഡ് ആൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് 69.42. അത് ആദ്യം എഴുതുന്നതുകൊണ്ട് അതിന് നെഗറ്റീവ് സൈൻ. ഇനി ബി എ ആണെങ്കിൽ പ്ലസ് 69.42. ബി സി വരുമ്പോഴത്തേക്കും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഉണ്ട്, അത് കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് 32.16. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും -32.16. ഇവിടെ വരുമ്പോൾ പ്ലസ് 32.16. സി ഡി വരെയാണെങ്കിലും എഗെയിൻ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കോമ്പിനേഷൻ ആണ് 63.54. അപ്പം ഇവിടെ വരുമ്പോൾ -63.54, ഇവിടെ വരുമ്പോൾ പ്ലസ് 63.54. ഓക്കെ, ഇനി നമ്മൾ സപ്പോർട്ട് സി ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ സി ബിയിലെയും സി ഡിയിലെയും വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ഈ കോളം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുവാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ എന്തുവാണ് ചെയ്യേണ്ടത്? ആദ്യം ബി സിയിൽ എന്നതാണ് നമുക്ക് എന്ത് ചെയ്യാൻ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യേണ്ടത്. നമുക്കറിയാം ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ പ്ലസ് ക്യാരി ഓവർ ആണ്. അപ്പൊ സി ബിയിലോട്ട് ക്യാരി ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി സിയിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, സി ബിയിലോട്ട് ക്യാരി ഓവർ ആണെങ്കിൽ ബി സിയിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അവിടത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം ബി സിയിലെ. അതുപോലെ സി ഡിയിലെ ക്യാരി ഓവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഡി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടത്തെ സി ബിയിലെയും സി ഡിയിലെയും ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിച്ചാലും കണ്ടുപിടിച്ചില്ലെങ്കിലും ഒന്നുമില്ല, കാരണം നമുക്ക് അത് കാൽക്കുലേഷന് ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താണ്? ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂവും ക്യാരി ഓവറും ആണ് നമുക്ക് ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ ആവശ്യം. അപ്പോൾ അത് മാത്രം നമുക്ക് കിട്ടുന്ന രീതിയിൽ കോളംസ് ഫില്ല് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ക്യാരി ഓവർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് വേണം? ഈ ബി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ വേണം. അതിന് എന്ത് ചെയ്യണം? ഇവിടുത്തെ നെറ്റ് മൊമെന്റ് ഈ 69.42 - 32.16 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.174 ഇൻറ്റു -1 ചെയ്യുമ്പോൾ -6.48 കിട്ടും. അതുപോലെ ഇവിടെ ഡി സിയിലെ നെറ്റ് മൊമെന്റ് 63.54 ഇൻറ്റു 0.375 ഇൻറ്റു -1 ചെയ്യുമ്പോഴത്തേക്കും -23.83. ഇനി ക്യാരി ഓവർ ചെയ്യുമ്പോഴത്തേക്കും -6.48 divided by 2 that is 3.24 -23.83 divided by 2 -11.21. then total bending moment എന്ന് പറയുന്നത് ഫിക്സഡ് ആൻഡ് മൊമെന്റ് പ്ലസ് ക്യാരി ഓവർ ആഡ് ചെയ്ത് എഴുതുക. then distribution എന്ന് പറയുന്നത് നെറ്റ് മൊമെന്റ്, ഇവിടത്തെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് വേണ്ടത് അടുത്ത്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടത്തെ നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കാം. 28.92 -74.75 ഇൻറ്റു 0.20 ഇൻറ്റു -1 ചെയ്യുമ്പോഴത്തേക്കും സി ബിയിലെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും 9.16. അഗെയിൻ സി ഡി വരുമ്പോഴത്തേക്കും 13.75. ഫൈനൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് ആഡ് ചെയ്ത് എഴുതുക. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സപ്പോർട്ട് സിയിലെ മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഈ വന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ഹയർ വാല്യൂ നമ്മൾ സൈൻ നോക്കത്തില്ല, സൈൻ നോക്കാതെ ഹയർ വാല്യൂ ഏതാണോ അത് എടുക്കുക. 60.94 ആണ് ഹയർ വാല്യൂ. അപ്പോൾ അതാണ് നമ്മുടെ മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ആയിട്ട് സപ്പോർട്ട് സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സപ്പോർട്ടും കൂടെ ബാക്കിയുണ്ട്, ഏതാണ്? സപ്പോർട്ട് ഡി. അപ്പൊ ഡി എന്ന് പറയുന്ന സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഡി എന്നുള്ള സപ്പോർട്ടിൽ ഏതൊക്കെ മൊമെന്റ് മെമ്പർ ആണോ കണക്ട് ചെയ്യുന്നത് അതിലെല്ലാം ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കൊടുക്കുക, ബാക്കി എല്ലാത്തിലും ഡെഡ് ലോഡ് മാത്രം കൊടുക്കുക. ഇനി നമ്മളെ ഈ ഒരു ടാബുലാർ കോളത്തിൽ നിന്ന് എ ബിയിലെ ഡെഡ് ലോഡ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഡെഡ് ലോഡ് 17 kN/m. ദെൻ ബി സിയിലാണെങ്കിൽ 15.5 kN/m. സി ഡി വരുമ്പോഴത്തേക്കും ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ഉണ്ട്, അപ്പോൾ 30.5 kN/m. ഇനി എഗെയിൻ നമ്മൾ 2 സൈക്കിൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഒക്കെ നമുക്ക് എടുത്ത് എഴുതാൻ അറിയാം. ദെൻ ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂസ് ഇവിടെ നിന്ന് എടുത്ത് എഴുതാം. ഓക്കെ, ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്
നമ്മുടെ അവിടുത്തെ ലോഡിങ് കണ്ടീഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, ലോഡിങ് കണ്ടീഷൻ എന്തുവായിരുന്നു? സി ഡിയിൽ ഡെഡ് ലോഡും ലൈവ് ലോഡും കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് സി ഡിയിൽ മാത്രം ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കാരണമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ, ബാക്കി എല്ലാത്തിലും ഇത് ഡെഡ് ലോഡ് മാത്രമുള്ള ഫിക്സഡ് ആൻഡ് മൊമെന്റ് വാല്യൂ. അപ്പോൾ എ ബിയിൽ -69.42, ബി എ വരുവാണെങ്കിൽ +69.42, ബി സി വരുവാണെങ്കിൽ -15.82, സി ബി ആണെങ്കിൽ +15.82, സി ഡി ആണെങ്കിൽ 63.54 -63.54, ഡി സി ആണെങ്കിൽ +63.54. ഇനി നമുക്ക് ഡി സിയിൽ ഇവിടെ മാത്രം കണ്ടുപിടിച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോളംസ് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സി ഡിയിലെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വേണം, എന്നാലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ കിട്ടും? നെറ്റ് മൊമെന്റ് 15.82 -63.54 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.30 ഇൻറ്റു -1 ചെയ്യുമ്പോൾ +14.32 എന്ന് കിട്ടും. അതിനെ ക്യാരി ഓവർ ചെയ്യുക. അപ്പം ഡിവൈഡ് ബൈ 2 ചെയ്ത് 7.16. ടോട്ടൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? 7.16 + 63.54 70.7 kN മീറ്റർ. ഇനി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് മൊമെന്റ് 70.7 ഇൻറ്റു 0.375 ഇൻറ്റു -1 ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഇനി ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് ദിസ് ടോട്ടൽ മൊമെന്റ് പ്ലസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്കിവിടെ മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് 44.19 kN മീറ്റർ എന്ന് കിട്ടി. ഇനി അടുത്ത നമ്മൾ ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് നമ്മൾ എ ബി സി ഡി എന്നൊരു സപ്പോർട്ട്സ് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത് മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അറ്റ് ജോയിൻസ് എ ബി സി ആൻഡ് ഡി. നമ്മുടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? സപ്പോർട്ട്സിലെ മാക്സിമം ഹോഗിങ് ബെൻഡിങ് മൊമെന്റ് ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് വെച്ചിട്ട് നമ്മളൊരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടാബുലാർ കോളത്തിൽ നിന്ന് ഫൈനൽ ബെൻഡിങ് മൊമെന്റ് നമുക്ക് എയിലെ മൊമെന്റ് എത്രയാണ് കിട്ടിയത്? എ ബിയിലെ മൊമെന്റ് -83.14 ആണ് കിട്ടിയത്. എപ്പോഴും ഓർക്കുക, ഒരു മെമ്പർ എടുക്കുകയാണ്, അതിന്റെ ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് ആണ് നമ്മൾ എ ബി എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് മൊമെന്റ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും ഈ ഒരു ലൈനിന് മുകളിലോട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി ബി എയിലെ മൊമെന്റ്, അപ്പൊ എ ബിയിലെ മൊമെന്റ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് എന്തോന്ന്? ഫൈനൽ ബെൻഡിങ് മൊമെന്റ് -83.14. എ ബി എന്ന് പറയുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് വരച്ചു. അതുപോലെ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണെങ്കിലും മുകളിലോട്ട് വരയ്ക്കുക. റൈറ്റ് സൈഡ് മീൻസ് ബി എ ബി എന്നുള്ള മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് എന്ന് പറയുന്നത് എം എ ബി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. റൈറ്റ് സൈഡിലെ മൊമെന്റ് എം ബി എ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ ബി എയിലെ മൊമെന്റ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലോട്ട് വരയ്ക്കണം. അപ്പൊ നമ്മൾ 83.14 kN മീറ്റർ മാർക്ക് ചെയ്തു. ദെൻ അടുത്ത ടാബില സപ്പോർട്ട് ബിയിലെ ഇതിൽ നിന്ന് നമുക്ക് ബി എയിൽ മൊമെന്റ് 114.03 പോസിറ്റീവ് ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് പോസിറ്റീവ് ആണെങ്കിൽ മുകളിലോട്ട്, അപ്പോൾ 114.03. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് മൊമെന്റ് പോസിറ്റീവ് ആണെങ്കിൽ മുകളിലോട്ട് വരയ്ക്കുക. അതുപോലെ ലെഫ്റ്റ് സൈഡ് മൊമെന്റ് നെഗറ്റീവ് ആണെങ്കിൽ മുകളിലോട്ട് വരയ്ക്കുക. അടുത്തന്നെ ബി സി എന്ന് പറയുന്നത് -55.73 ആണ്. അപ്പൊ ബി സി എന്ന് പറയുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു 55.73 kN മീറ്റർ. ഇനി അടുത്ത സപ്പോർട്ട് സിയിലെ ടാബുലാർ കോളത്തിൽ നിന്ന് നമുക്ക് എം സി ബി 38.13 എന്ന് കിട്ടി. സി ബി എന്ന് പറയുമ്പം 38.13 പോസിറ്റീവ് ആണ്. റൈറ്റ് സൈഡ് പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലോട്ട് വരച്ചു. ഓക്കെ, 38.13. ദെൻ എം സി ഡി -60.94. അപ്പൊ ലെഫ്റ്റ് സൈഡ് സി ഡി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ മൊമെന്റ് ആണ്. അപ്പൊ സി ഡിയിലെ മൊമെന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് അത് മുകളിലോട്ട് വരച്ചു. 60. ഈ ഒരു ലൈനിന് മുകളിലോട്ടാണെന്നാണ് പറയുന്നത്. 60.94. ദെൻ അടുത്ത ടാബുലാർ കോളത്തിൽ നിന്ന് നമുക്ക് കിട്ടി ഡി സിയിലെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ 44.19 kN മീറ്റർ. അതെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. റൈറ്റ് സൈഡ് എന്താണ് പോസിറ്റീവ് വന്നാൽ നമ്മൾ മുകളിലോട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ മാക്സിമം ഹോഗിങ് ബി എം ടി. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കേസ് എന്ന് പറഞ്ഞാൽ ലോഡിംഗ് പാറ്റേൺ ഫോർ മാക്സിമം പോസിറ്റീവ് സാഗിങ് ബെൻഡിങ് മൊമെന്റ് അറ്റ് മിഡ് സ്പാൻ ഓഫ് ബി.